നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് LSG മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് LSGയുടെ വഴി മുടക്കിയിരിക്കുകയാണ്. വഴി മുടക്കാനൊന്നുമില്ല, LSGയും മുംബൈ ഇന്ത്യൻസും ഒക്കെ ഏകദേശം ഒരേ അവസ്ഥയിൽ തന്നെയാണ്. കളിയിൽ നിന്ന് ഏകദേശം ഈ ഒരു സീസണിൽ നിന്ന് ഏകദേശം പുറത്തായതാണ്. എങ്കിൽ പോലും മുംബൈ ഇന്ത്യൻസ് ഇത്രയും നാൾ കാണിക്കാതിരുന്ന ഒരു ക്യാരക്ടർ ഇന്ന് കാണിച്ചിരിക്കുന്നു. ഹർദിക് പാണ്ഡ്യ ടീമിലില്ല, ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവ് വരുന്നു. രോഹിത് ശർമ്മ തിരിച്ച് ടീമിലേക്ക് വന്നിട്ട് ഒരു അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെച്ചിട്ട് ടീമിനെ ഒരു ഫിനിഷ് ചെയ്യിപ്പിക്കുന്നു. റിക്കിൾട്ടൻ്റെ അതിമാരകമായിട്ടുള്ള ഒരു ഇന്നിങ്സ്. അങ്ങനെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാൻസിനെ സംബന്ധിച്ച് വാങ്കഡയിൽ ഒരു ട്രീറ്റ് അവർക്ക് കിട്ടി. അവിടെ ഓണേഴ്സിനും ഫാൻസിനും ഒക്കെ ഒരു ആഘോഷിക്കാനുള്ളൊരു വകുപ്പ് കിട്ടി. പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അതാണ് ഇന്ന് സംഭവിച്ചത്. എന്താണ് ബ്രോ അഭിപ്രായം? എനിക്കിത് പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫേമസ് മലയാളം ഡയലോഗിൽ നിന്നാണ്. ആശാൻ്റെ കാൽ തല്ലി ഓടിച്ചു. ആരരെയാണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ബാക്ക് പെയിൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ബാക്ക് പെയിൻ ആയതാണോ അതോ ഇനി ആക്കിയതാണോ എന്നുള്ള കാര്യം എനിക്കിപ്പോഴും അറിയത്തില്ല. എന്നിരുന്നാൽ തന്നെയും നല്ലൊരു ബാക്ക് പെയിൻ ആയത് അവർക്ക് മുംബൈക്ക് തുണയായി എന്ന് വേണം പറയാൻ. ഇതേ കൂട്ട് തന്നെ ഫസ്റ്റ് മാച്ച് അവരെങ്ങനെ ജയിച്ചോ അതിൻ്റെ ഒരു കാർബൺ കോപ്പി പോലെയാണ് ഈ കളി അവർ കളിച്ചതും ഈ കളി അവർ ജയിച്ചതും. വെറും രണ്ട് പ്ലേയേഴ്സിൻ്റെ ഇൻക്ലൂഷൻ കൊണ്ട് ഒരു ടോട്ടൽ ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെ മാറും എന്നുള്ളത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പല ടീമിലും കണ്ടുവരുന്ന ഒരു കാര്യങ്ങളാണ്. അത് ഈ തവണ കറക്റ്റ് റൈറ്റ് ചേഞ്ചസ് മുംബൈയും ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് മുംബൈക്ക് കിട്ടി. അതെ, ബോഷ് ടീമിനുള്ളിലേക്ക് വന്നു. അത് എനിക്ക് തോന്നുന്നു മുംബൈയുടെ ഒരു അഡാമൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. ഹർദിക് പാണ്ഡ്യ ഇല്ല എന്നുണ്ടെങ്കിൽ ബോഷ് കളിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. ശരിക്കും ബോഷ് ഒരു മാച്ച് വിന്നറാണ്. സോ ഹർദിക് പാണ്ഡ്യ ഉണ്ടെന്നുണ്ടെങ്കിലും ആസ് എ ഫിനിഷർ, ആസ് എ പേസ് ബോളർ വേണമെങ്കിൽ ബോഷിന് കളിക്കാവുന്നതാണ്. ഇന്ന് 2 വിക്കറ്റ് ഇട്ടത് ബോഷാണ്, ഒരു ബ്രേക്ക് ത്രൂ കൊടുത്തത് ഒരേ ഓവറിൽ. അതുപോലെ തന്നെ രോഹിത് ശർമ്മ ടീമിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റം, സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി, പ്രത്യേകിച്ച് ഒരു മിഡിൽ ഓവേഴ്സിൽ നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയ LSG എങ്ങനെ കൊണ്ട് കളയാന്നുള്ളത് അവരിന്ന് കാണിച്ചു തന്നു. ബാറ്റിങ്ങിൽ ഇത്രയും സ്റ്റാർട്ട് കിട്ടിയിട്ട് അവിടെ കൊണ്ടുവന്നൊരു മിഡിൽ ഓവേഴ്സിൽ ഒരു എനിക്കൊന്ന് 11 to 15-16 ഓവേഴ്സിൽ ഒരു 4 ഓവർ നല്ല രീതിയിൽ വെച്ചരച്ചു മാക്രവും ഹിമ്മത് സിംഗ് കൂടെ. അതിനുശേഷം പിന്നീട് അവസാനം വന്നിട്ട് ലാസ്റ്റ് 3 ഓവേഴ്സും നന്നായിട്ട് പിടിക്കാനായിട്ട് മുംബൈക്ക് സാധിച്ചു. അതിന് മുമ്പ് നമ്മുടെ പൂറന്റെ ബാറ്റിംഗ് പൊസിഷൻ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തത് നന്നായിട്ട് വർക്കായി. ഇത് എന്തുകൊണ്ട് ഇവരെ നേരത്തെ ചെയ്തില്ല? പന്തിന് വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷൻ ഇത്രയും നാള് കളഞ്ഞു കുളിച്ചല്ലോ എന്നുള്ളതാണ്. ഇത് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്തിൽ പറയാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ബ്രോ ഈ പറഞ്ഞ തൊട്ട് ഇടയ്ക്ക് കണ്ടെയ്ൻ ചെയ്തു 27 ബോൾ ഇടയ്ക്ക് മാർക്കറും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിന്ന ആളൂടെ ഹിമ്മത് സിംഗ് കൂടെ നിന്ന് 27 ബോള് ബൗണ്ടറി ഇല്ലാതെ പോയി. അത് ടോട്ടലി അവരെ ഇമ്പാക്റ്റ് ചെയ്തു. പൂറൻ എന്ന് പറഞ്ഞ ആളുടെ ബാറ്റിംഗ് പൊസിഷന് മാത്രമല്ല, പൂർണ്ണ എന്ന് പറഞ്ഞ ആൾ ടെക്നിക്കലി കറക്റ്റാക്കിയാണ് വരുന്നത്. ഇത്രയും നാൾ നമ്മൾ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണ വാസ് സ്ലൈസിങ് ദ ബോൾ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. പൂർണ്ണൻ പറഞ്ഞിട്ട് ഒരു റിബൺ ലോഡിങ് എന്നുള്ളത് നിർത്തി മിനിമൽ ലോഡിങ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി ബാറ്റിലേക്ക് കൂടുതൽ കൺട്രോൾ എടുത്ത് അപ്പോൾ ആ ഫേസ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത കറക്റ്റ് സ്ട്രെയിറ്റ് ലൈക്ക് ഫേസിങ് ദ ബോളർ എന്നുള്ള രീതിയിൽ ഫേസ് എടുത്തുകൊണ്ട് വന്നതിൻ്റെ ഡിഫറൻസ്, അതാണ് ടാക്ടിക്കൽ ഡിഫറൻസ്. ഇത് മുമ്പുള്ള കളികളിലും ഈ ഒരു കളികളിലും. കഴിഞ്ഞ കളികളിൽ അതിനൊരു ഗ്ലിംസ് കാണിച്ചു, ഈ കളികളിൽ അത് പ്രയോജനപ്പെടുത്തി എന്ന് വേണം പറയാൻ. അത് രണ്ടും പൂർണ്ണനെ ഒരുപാട് സഹായിച്ചു. പൂർണ്ണൻ്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 പന്തിൽ 63 റൺ, അതും 300 സ്ട്രൈക്ക് റേറ്റിൽ. അതാണ് ശരിക്കും അവർക്ക് ആ സ്റ്റാർട്ട് കൊടുത്തത്. അവർ 10 ഓവറിൽ ഏകദേശം 140 റൺ ഉണ്ടായിരുന്നു. പിന്നെ അതിലേ കൂട്ട് തന്നെ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇഗ്നിസ് എന്ന് പറഞ്ഞ പ്ലെയർ ഓപ്പണറല്ല, മാർക്രം അവിടെ ഇറങ്ങണം. ഇഗ്നിസ് മിഡിൽ ഓർഡർ പ്ലെയറാണ്, പുള്ളിയെ താഴോട്ട് ഇറക്കണം. ആ 2 ചേഞ്ചസും അവർ കൊണ്ടുവരേണ്ടതായിട്ട് ഇരിക്കുന്നു. ചെയ്തിരുന്നുണ്ടെങ്കിൽ മാർക്രത്തിന് ഇന്ന് അവസാനം വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. മാർക്കറും ഓപ്പൺ ചെയ്തിരുന്നുണ്ടെങ്കിൽ ജോഷ് ഇംഗ്ലീഷ് അവിടെ നന്നായിട്ട് കളിച്ചാണ്. ആ ഒരു മിഡിൽ ഫേസിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ജോഷ് ഇംഗ്ലീഷ് പറ്റിയാണ്. അതെ, അത് ഇംഗ്ലീഷിൻ്റെ ഫേസ് ആണത്, മിഡിൽ ഓർഡർ അല്ലെങ്കിൽ മിഡിൽ സെഗ്മെൻറ്റ് ടു ദ ഫിനിഷിംഗ് എന്ന് പറയുന്നത്. മാർക്കറും അങ്ങനെയല്ല, ടോപ്പ് ഓർഡർ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ആ സ്വാപ്പ് അവർക്ക് ഭയങ്കര രീതിയിൽ ബാക്ക്ലാഷ് ചെയ്തു. അതേകൂട്ട് തന്നെ ഹിമ്മത് സിംഗ് എന്ന് പറഞ്ഞൊരു പ്ലെയറിൻ്റെ അഡീഷൻ ഇന്ന് എന്തുകൊണ്ട് അവർ ബാക്കിയുള്ള ആൾക്കാരെ പുറത്തിരുത്തിയെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. അതായത് അവരെ ട്രസ്റ്റബിളായിട്ട് ഇത്ര നാൾ കൊണ്ടു നടന്ന ആയുഷ് ബദോണിയും അതേകൂട്ട് തന്നെ ഈ തവണത്തെ അവരുടെ ഫൈൻഡിങ് എന്ന് പറഞ്ഞ മുകുൽ ചൗധരി അവരെ രണ്ടുപേരിൽ ഒരാളെങ്കിലും ടീമിൽ വേണമായിരുന്നു. അതിൻ്റെ ഡിഫറൻസ് ആണ് അവർക്ക് ലാസ്റ്റിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയത്.
ശരിക്കും ഒരു 30 റൺസ് 40 റൺസ് ഒക്കെ എക്സ്ട്രാ അടിക്കാൻ പറ്റുമായിരുന്നു. ഇവര് ശരിക്കും ഒരു 15 ഓവറിൽ 10 ഓവറിൽ 141 ഇവരുടെ സ്കോർ. അതായത് 14 റൺസ് പെർ ഓവർ. അത്ര അഗ്രസീവായിട്ട് അടിച്ചു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടുന്നാണ് 12, 13, 14, 15 ഈ 4 ഓവേഴ്സാണ് മുംബൈ കണ്ടെയ്ൻ ചെയ്തത്. അവിടെ ഒരു 5, 4, 7, 4 ഇങ്ങനെയാണ് ആ 4 ഓവേഴ്സിൽ റൺസ് വന്നിരിക്കുന്നത്. അവിടെയാണ് LSG സ്ലോ ഡൗൺ ആയത്. പിന്നീട് അവസാനം വന്നിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാനും പറ്റില്ല. ലാസ്റ്റ് 3 ഓവേഴ്സ് ബൂംറയും ദീപക് ചാറും നല്ല വൃത്തിയായിട്ട് എറിയുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഇവർക്കൊരു 30 റൺസ് ഷോർട്ടായി പോയി ആ ഒരു ഗ്രൗണ്ടിൽ. അത് നമ്മൾ അനലിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ചേഞ്ചസ്, അനാവശ്യമായിട്ട് ഒരുപാട് ചേഞ്ചസ് ലക്നൗ നടത്തുന്നുണ്ട്. ഇത് ലക്നൗവിൻ്റെ 4ാമത്തെ ഓപ്പണിംഗ് പെയറാണ്. ഇതിൽ കൂടുതൽ ഒരു ചേഞ്ച് നടത്തിക്കുന്നത് മുംബൈയാണ്. 5 ഓപ്പണിംഗ് പെയറിനെ ട്രൈ ചെയ്തു ഈ സീസണിൽ. ഇത് ലക്നൗവിൻ്റെ 4ാമത്തെ ഓപ്പണിംഗ് പെയർ. അവർ ത്രൂ ഔട്ട് ദ IPL ഈ ഇത്രയും കളികൾ കളിച്ചതിനകത്തിൽ അവർ ആവറേജ് പവർ പ്ലേ സ്കോർ എന്ന് പറയുന്നത് 7.5 ആണ്. അവർ ഈ തവണ പവർ പ്ലേ ഫിനിഷ് ചെയ്ത് 15 എന്നുള്ള രീതിയിലാണ് പവർ പ്ലേയുടെ റൺ റേറ്റ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം അവർക്ക് 90 മുമ്പോട്ട് റൺസ് കൊണ്ടുപോകാൻ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവർക്ക് പറ്റിയത്. അതിൽ എടുത്തു പറയാനുള്ളത് ബോഷ് എന്ന് പറഞ്ഞൊരു പ്ലെയറിൻ്റെ അഡീഷൻ. ബോഷ് 2 വിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞ് ഒതുക്കരുത്. ബോഷ് എടുത്തിരിക്കുന്ന 2 വിക്കറ്റ് ആറുകളാണ്. ഒന്ന് പ്രൈം ടച്ചിൽ നിൽക്കുന്ന നിക്കോളസ് പൂരൻ, 2 അടിയൊന്ന് വെടി 2 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാർക്രം. ആ 2 പേരെയാണ് ബോഷ് വന്ന് ആ ടൈമിൽ എടുത്തത്. മാഷ് അതാണ് ബോഷ് വന്നെടുത്തത് മാഷിനെ. ആ ആ 2 വിക്കറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ആ മിഡിൽ ഫേസ് ബാക്കിയുള്ള ബോളേഴ്സിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയത്. ആ ക്യാപ്റ്റൻസി ഡിഫറൻസ് തന്നെ വന്നപ്പോഴത്തേക്കിന് ടോട്ടൽ ടീമിൻ്റെ റിസോഴ്സും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം വെച്ചാൽ ബുംറയെ യൂസ് ചെയ്തു ആദ്യമേ. നിക്കോളസ് പൂരൻ വന്നപ്പോൾ സ്പിന്നേഴ്സിനെ കൊണ്ടുവന്നു. കാരണം നമ്മൾ പിൻകാലത്ത് പറഞ്ഞിട്ടുള്ളതാണ് നിക്കോളസ് പൂരൻ ഔട്ടാവുന്ന രീതി എങ്ങനെയാണ് നമ്മളൊന്ന് ഡീകോഡ് ചെയ്തപ്പോൾ അതിനകത്തിൽ എടുത്തു പറഞ്ഞാണ്. പക്ഷേ 2 ഓവർ സ്പിന്നേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നിക്കോളസ് പൂരൻ ടാക്ടിക്കലി ചേഞ്ച് ആയിട്ടുണ്ട്, ആ പരിപാടി നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ അവർ സ്വിച്ച് ചെയ്തു. ഹാർദിക് പാണ്ഡ്യ നിങ്ങൾ ചെയ്യത്തില്ല, മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഉടനെ തന്നെ ഫാസ്റ്റ് ബോളറിനെ കൊണ്ടുവന്നു. ആ 2ാമത്തെ ബ്ലൈൻഡ് സ്പോട്ടാണ് നിക്കോളസ് പൂരൻ്റെ ആ ഷോൾഡർ ലൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ. അവിടെയുള്ള ബൗൺസർ നിക്കോളസ് പൂറിന് ഈ പറയുന്ന പോലെ ബ്ലൈൻഡ് സ്പോട്ടാണ്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തു. ഹിറ്റ് ദ ഡെഡ് ബോളർ എന്നുള്ള രീതിയിൽ ആദ്യമേ ദീപക് ചഹറിനെ കൊണ്ടുവന്നു, പരാജയപ്പെട്ടു. അതിൽ നിന്നില്ല തൊട്ടുപുറയെ കോഡ്വിൻ ബോഷിനെ കൊണ്ടുവന്നാണ് വിക്കറ്റ് എടുത്തത്. അതേകൂട്ട് തന്നെ ബുംറ യൂസ് ചെയ്ത വിധം, ബുംറ ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ബോളർ തുടക്കത്തിൽ 2 ഓവർ കൊടുക്കും, അതുകൊണ്ട് 19 അല്ലെ 18, 20 ഓവർ കൊടുക്കും. അതിന് വ്യത്യസ്തമായിട്ട് വിക്കറ്റ് എടുക്കേണ്ട സമയത്ത് കൊണ്ടുവന്ന് വിക്കറ്റ് എടുത്തതുമാണ്. പക്ഷേ അത് അപചാരിതമായി നോ ബോളായി പോയി എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഒരാൾ ഡിഫെൻസീവായിട്ട് കളിക്കുന്നു, ഒരു ക്യാപ്റ്റൻ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോടെ കൊണ്ടുവരുന്നു. ആ 2 ഡിഫറൻസ് ആണ് ജയവും പരാജയവും തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് LSGയുടെ കയ്യിലിരിപ്പുണ്ട് കുറച്ചൊക്കെ ലാസ്റ്റിൽ ടീം സെലക്ഷനിലും അതുപോലെ തന്നെ അപ്രോച്ചിലും. അവസാനം വന്നിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാതായി പോയതിൽ. കാരണം ഋഷഭ് പന്ത്, പ്രത്യേകിച്ച് ഋഷഭ് പന്തിന്റെ ബാറ്റിങ് ശരിക്കും എന്തിനാണ് ഈ ഋഷഭ് പന്ത് ഔട്ട് ഓഫ് ദ ബോക്സ് ഷോട്ട്സ് ഒക്കെ ഇങ്ങനെ ഒന്ന് ഫോമിലല്ല, വലിയ റൺസ് അടിക്കുന്നില്ല. പിന്നെ ഈ തിരിഞ്ഞു മറിഞ്ഞൊന്നും നിന്ന് അടിക്കാതെ കുറച്ചൊന്ന് ടച്ചിലേക്ക് വന്നിട്ട് നേരെ നിന്ന് കളിക്കാൻ നോക്കുന്നതിന് പകരം ഈ ആവശ്യമില്ല. പിന്നെ പുള്ളിയുടെ സ്റ്റൈലാണ്, അത് ഓക്കെയാണ്, എങ്കിൽ പോലും എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും. ഒരു ലോങ് ഇന്നിങ്സ് സത്യം പറഞ്ഞാൽ ഋഷഭ് പന്തായിരുന്നു അവിടെ നിന്ന് അടിക്കേണ്ടത്. ഒരു പക്ഷേ ഇവരൊക്കെ എത്ര ചെയ്യാൻ പറ്റും? മാർഷ് ഔട്ടായി, അല്ലെങ്കിൽ നമ്മുടെ പൂരൻ ഔട്ടായി. അപ്പോൾ അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യേണ്ടത് ഋഷഭ് പന്താണ് അവിടുന്ന്. അത് ചെയ്തില്ല നമ്മൾ എന്നുള്ളതാണ്. ഇതിന് മുമ്പേ തന്നെ പറഞ്ഞാണ് LSGയുടെ ബോളേഴ്സിന് സ്പിന്നേഴ്സിൻ്റെ അടുത്ത് അതിൻ്റേതായിട്ടുള്ള വീക്ക്നെസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകൾ കണ്ടുവരുന്നുണ്ട് എന്ന് നമ്മൾ പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞാണ്. ഇപ്പം ഫസ്റ്റ് ഓപ്പണിംഗ് ബ്രേക്ക് ത്രൂ തന്നെ കൊടുത്ത ഒരു സ്പിന്നറാണ്, മിഡിൽ ഓർഡർ കണ്ടെയ്ൻ ചെയ്ത സ്പിന്നറാണ്. കാരണം ആ ഒരു വീക്ക്നെസ് ഉണ്ട്. മാർക്രം എന്ന് പറഞ്ഞ പ്ലെയർ ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ മാർക്കറിൻ്റെ അടുത്ത് സ്പിന്നുമായിട്ടൊന്നും ചെല്ലാൻ പറ്റത്തില്ല ടോപ്പ് ഓർഡർ കളിക്കുമ്പം. പിന്നെ ഋഷഭ് പന്ത് ബീങ് ഋഷഭ് പന്ത്, പുള്ളി എന്താ കാണിക്കുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയത്തില്ല, എന്തൊക്കെയോ കാണിച്ച് ഔട്ടാവുന്നു. പിന്നെ എല്ലാവരെയും കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഒരു സെഞ്ചുറി അടിക്കും എപ്പോഴെങ്കിലും വന്ന്. അതിനായിട്ട് നമുക്ക് ഇനി 14 മത്സരം കൂടെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അത് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ വന്നിട്ട് പുള്ളി എന്താ പറയുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. അത് കഴിഞ്ഞ 2-3 മാച്ചായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, എന്താണ് ഈ ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നത്, എന്തൊക്കെയോ ആയി വരുന്ന പോലെ പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഒക്കെ പോവാണ്. ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് പുള്ളിയുടെ വർത്തമാനത്തിലും ഇതാണ്. ഇപ്പം നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ വരുമ്പോൾ അവർക്ക് പറയാം, ഒരു ക്യാപ്റ്റന് പറയാം, ഞങ്ങൾ ഇതാണ് ട്രൈ ചെയ്തത്, പക്ഷെ ഞങ്ങൾക്ക് ഇന്ന ഏരിയയിൽ പ്രശ്നങ്ങൾ പറ്റി, അങ്ങനെ ഒരു ക്ലാരിറ്റി ഋഷഭ് പന്തിന് ഇല്ല എന്നുള്ളത് ആ ഒരു വർത്തമാനത്തിൽ തന്നെയുണ്ട്. ലക്കിനെയാണ് ഇനി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെ, ഇപ്പോൾ ഈ പറയുന്നത് അവരാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി നല്ല പ്ലാനുമായിട്ടാണ് തുടങ്ങിയത്.
അവർ ഇനിഷ്യലി ഉള്ള 2 ഓവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുംബൈയുടെ ആദ്യത്തെ 3 ബൗണ്ടറി അല്ലെങ്കിൽ ആദ്യത്തെ 6 ബൗണ്ടറിയിൽ നിന്ന് 4 വരുന്നതും എഡ്ജ് ചെയ്തുകൊണ്ടാണ്. 3 ഓഫ് സൈഡിലേക്കും ഒരെണ്ണം ഇൻസൈഡ് എഡ്ജ് ചെയ്തും പോയി. നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. പിന്നെ അവർ കാണിച്ചത് മൊത്തം ബ്ലണ്ടറായി അവിടെ നിന്ന് അങ്ങോട്ട്. അതായത് പിന്നെ 2 ബാറ്റ്സ്മാൻമാരും പാഡിൽ ഇറങ്ങിയാൻ തുടങ്ങി. പിന്നോടുള്ള വന്ന 2 കോൺസിക്യൂട്ടീവ് സിക്സസ്, ഒന്ന് റിക്കിൾട്ടൺ അടിച്ചു, ഒന്ന് രോഹിത് ശർമ്മ അടിച്ചു. എവിടുന്ന അവർ രണ്ടുപേരും പാഡിൽ നിന്ന് ഫ്ലിക്ക് ചെയ്താണ് വിടുന്നത്. അങ്ങനെ 2 പ്ലേയേഴ്സ് ലെഗ് സൈഡ് ഡോമിനൻ്റ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ എറിയരുതെന്ന് മിനിമം രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. അത് ലൈക്ക് അതൊരു പുവർ എക്സിക്യൂഷൻ ആയിട്ടാണ്. റിക്കിൾട്ടന്റെ വീല് നോക്കിക്കഴിഞ്ഞാൽ റിക്കിൾട്ടൺ സ്ക്വയർ ഓഫ് ദി വിക്കറ്റ് ഒറ്റ റൺസ് അടിച്ചിട്ടില്ല. അതെ, നമ്മൾ തന്നെ ഡീകോഡ് ചെയ്ത റിക്കിൾട്ടനെ എന്താണ് റിക്കിൾട്ടൻ്റെ സ്ട്രോങ് ഏരിയ, എങ്ങനെയാണ് റിക്കിൾട്ടനെ എടുക്കേണ്ടത്, എങ്ങനെയാണ് റിക്കിൾട്ടനെ കണ്ടെയ്ൻ ചെയ്യേണ്ടത്, നമ്മളും മുമ്പൊരു പ്രിവ്യൂവിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത് ഇനിഷ്യലി അവർക്ക് റിസൾട്ട് കിട്ടി, എഡ്ജ് എടുക്കുന്നുണ്ട്, അത് ക്യാരി ആവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ അവർ പിന്നെ എന്തിനാണ് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നതെന്നൊന്നും ലൈൻ എനിക്ക് ഒരു രീതിയിലും ആവേശ് മനസ്സിലാവുന്നില്ല. ഖാന്റെ ലൈനൊക്കെ വളരെ മോശമായിരുന്നു, വളരെ മോശം ലൈനിലായിരുന്നു. അവിടുന്ന് അങ്ങനെ റണ്ണ് ചോർന്നോണ്ടേ ഇരുന്ന അങ്ങനെയാണ്. ഇന്ന് നല്ല ലൈനോ ബോൾ എറിഞ്ഞിട്ട് ഇന്ന് അടിച്ച പോലെയല്ല. എത്ര ഫുൾ ടോസ് ആണ് അവർ എറിയുന്നത്? എത്ര ഫുൾ ടോസ് അവരൊരു കളി എറിയാൻ പറ്റും? എത്ര ഫുൾ ടോസ് എറിയാൻ പറ്റും ഒരു കളിയിൽ? എത്രത്തോളം ഫുൾ ടോസും ആ ഫുൾ ടോസിൻ്റെ കൺവേർഷൻ റേറ്റ് നോക്കണം. എല്ലാ ഫുൾ ടോസും ബൗണ്ടറിയാണ്. ഒരു ഫുൾ ടോസ് എഴുകയും റിക്കൽട്ടൻ ഒരു സ്പിന്നർ വന്ന ഒരു ഫുൾ ടോസ് എറിഞ്ഞു, പെട്ടെന്ന് പുള്ളി സർപ്രൈസ്ഡ് ആയിപ്പോയി. നോ ബോൾ ആണോ എന്നുള്ള രീതിയിൽ നോക്കി നിന്നു, അത് കൊടുത്തില്ല. പിന്നീടുള്ള ഒരു ഫുൾ ടോസും ബൗണ്ടറി കിടക്കാതിരുന്നിട്ടില്ല. തൊട്ടടുത്ത ബോൾ തന്നെ ഫുൾ ടോസ് ഡീപ്പിൽ 6 അടിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫാസ്റ്റ് ബോൾസ് സഹിതം ഫുൾ ടോസ് എറിഞ്ഞത് രോഹിത് ശർമ്മയാണെന്നുണ്ടെങ്കിലും പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാരെല്ലാം ആണെങ്കിലും അതെല്ലാം ബൗണ്ടറി കടത്തിയാണ് ചെയ്തത്. വെറും അത്യാവശ്യം നല്ല ഡിഫെൻഡബിൾ ആയിട്ടുള്ള ടോട്ടൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അവർ മര്യാദയ്ക്ക് ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഇതിനകത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ദീപക് ചഹാർ എന്ന് പറഞ്ഞൊരു ബോളറിനെ കളിപ്പിക്കണം നമ്മൾ പറഞ്ഞതാണ്. എന്തുകൊണ്ട് ലൈക്ക് എന്ത് അടിപൊളിയായിട്ട് പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ബോൾ റിലീസാവുന്ന ഭയങ്കര കൺട്രോളാണ്. കാരണം ഇങ്ങനൊരു ദീപക് ചഹാറിനെ ഞാൻ പണ്ട് ചെന്നൈയിലേ കണ്ടിട്ടുള്ളൂ. പുള്ളി പണ്ട് ടെൻഷൻ കാരണം എന്തെങ്കിലും കാണിക്കുന്ന രീതിയിലല്ല, വളരെ നല്ല രീതിയിലാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ബോൾ റിലീസാവുന്നത്. കാരണം പുള്ളിയുടെ കൺട്രോളാണ് ബോൾ. ഇപ്പം 2 6 അടിച്ചു. പുള്ളി ഇച്ചിരി എക്സ്പെൻസീവ് ആയ കാര്യം തന്നെ നിക്കോളാസ് പൂറിനെ മറ്റേ ആ ഷോൾഡർ ലെങ്തിലുള്ള വീക്ക്നസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നേരം 2 6 കിട്ടി പുള്ളിക്ക്. 2 3 6 അവർ കിട്ടി. അതുകൊണ്ടാണ് പുള്ളിയെ ടച്ച് എക്സ്പെൻസീവ് ആയത്. പക്ഷേ ഫിഗർ നോക്കരുത്. നിക്കോളാസ് പൂറിനെതിരെ തന്നെ ആണെങ്കിലും കണ്ടെയ്ൻ ചെയ്യാൻ ഓക്കെ, 2 ബോൾ എറിഞ്ഞു, 2 6 അടിച്ചു. പിന്നെ അടുത്തത് യോർക്കറാണ് വന്നത്. ദീപക് ചഹർ അങ്ങനെയല്ലായിരുന്നു. 2 6 അടിച്ചു കഴിഞ്ഞാൽ ബാക്കി 4 6 ദീപക് ചഹർ തരുമായിരുന്നു. അവിടെ നിന്നൊക്കെ എന്തോ മാറി. ലാസ്റ്റ് എറിഞ്ഞ 2 ഓവറും എക്സെപ്ഷണൽ ഓവേഴ്സ് ആയിരുന്നു. അതും എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ലാസ്റ്റ് ഓവർ 6 റൺസ്, സെക്കൻഡ് ലാസ്റ്റ് ഓവർ, അത് 18ാമത്തെ ഓവർ 9 റൺസ്. അത് ആ ടൈമിൽ കണ്ടെയ്ൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ടീമിന് അവിടെ ജയിക്കാനുള്ള ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നീട് എന്താണ് LSGയുടെ ബാറ്റിങ്ങിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? LSGയുടെ ബാറ്റിങ്ങിൽ മിച്ചൽ മാഷും നല്ലൊരു ഗ്ലിംസ് കാണിച്ചു. അവർ ഓർഡർ ഇപ്പോഴും കളിക്കുന്നത് ശരിയല്ല. ഈ മാർക്കറും അതേ കൂട്ട് തന്നെ 2 യങ്സ്റ്റേഴ്സ് കൂടെ ആയിപ്പോയത് കൊണ്ടാണ് ഫിനിഷിംഗ് പവർ ഇല്ല. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നേരെ മറിച്ച് ഇന്ന് ബുംറ ടച്ച് എക്സ്പെൻസീവ് ആയിപ്പോയി. കളിക്കേണ്ടതായിരുന്നു. അതെ, ഇന്ന് ബുംറയുടെ സൈഡിൽ നിന്ന് ഒരുപാട് നോ ബോൾസ് വന്നു. ഞാൻ പതിവിലും വ്യത്യാസമായിട്ട് ബുംറ വാസ് ട്രൈയിങ് സംതിങ് ഡിഫറെൻറ്റ്. എന്തെങ്കിലും പുള്ളിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി, പുള്ളി എന്തെങ്കിലും ചെയ്താലേ വിക്കറ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പുള്ളി എന്തോ എക്സ്ട്രാ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാണ് ഈ കണ്ടിന്യൂസ്ലി സ്റ്റെപ്പ് ഔട്ട് ആവുന്നതും അല്ലെ ബോൾ കൺട്രോളിലാവുന്നതും ആകാതിരിക്കുന്നതും. ബുംറ എറിഞ്ഞു കുറേ ഫുൾ ടോസ് ഇന്ന്. ബുംറയുടെ സൈഡിൽ നിന്ന് പോലും ഇത്ര ഫുൾ ടോസ് വരുന്നതോ അതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി സ്റ്റെപ്പ് ലൈക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് സ്റ്റെപ്പ് പോയി നോ ബോൾ എറിയുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ കണ്ടിട്ടുള്ള പണ്ട് ഒരു സെമി ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ മാത്രമാണ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നോ ബോൾ ബുംറ എറിഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ബുംറ ഇത് അടുത്തിടയ്ക്കൊന്നും ഇങ്ങനെ നോ ബോൾ ഇത്ര പ്രശ്നമായി തുടങ്ങിയിട്ടില്ല. ഒരുപാട് കമൻറ്റേഴ്സ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻ്റർനാഷണലി എക്സ്പ്ലോഷനുള്ള ആളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെയല്ല വരണ്ടേ എന്നുള്ള കാര്യം. നേരെ മറിച്ച് മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവർ ആദ്യത്തെ കളി ചെയ്തത്, അതിൻ്റെ ഒരു കാർബൺ കോപ്പി തന്നെയാണ് ഇന്നിവിടെ ചെയ്തത്. രോഹിത് ശർമ്മ അല്ലെ ഒരു കളി എങ്ങനെ ഒരു ഇന്നിങ്സ് എങ്ങനെ പേസ് ചെയ്യണം എന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് രോഹിത് ശർമ്മ. ആദ്യത്തെ 15 പന്തിൽ നിന്ന് പുള്ളിക്ക് 14 റണ്ണോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ, അതോ 14 പന്തിൽ നിന്ന് 15 റണ്ണോ എന്തോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് ലാസ്റ്റ് ഓവർ ആവേശ് ഖാനെ ടേക്ക് ഡൗൺ ചെയ്ത് നെറ്റ് റൺ റേറ്റ് ലൈക്ക് പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടുകയും ടോട്ടൽ പവർ പ്ലേയുടെ സ്കോർ കൂട്ടിക്കൊണ്ടുവരികയും കറക്റ്റ് 72 റണ്ണുമാണ് വരുന്നത്. 12 ആയിരുന്നു അപ്പോഴത്തെ ടാർഗറ്റ് പെർ ഓവർ. കറക്റ്റ് 12ൻ്റെ രീതി കൊണ്ടുവന്ന് 72 എത്തിക്കാനും സാധിച്ചു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് ഏത് സ്പിന്നറാണ് ലെഗ് സ്പിന്നർ വരുമ്പോഴത്തേക്കും ഉടനെ സിംഗിളിട്ട് മാറി റിക്കിൾട്ടൺ ടേക്ക് ഡൗൺ ചെയ്യുകയും അതുകൊണ്ട് തന്നെ റിക്കിൾട്ടണിന് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാത്ത ബോളേഴ്സിനെ സ്ട്രൈക്ക് എടുത്തിട്ട് രോഹിത് ശർമ്മ ടേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്തു. അതിനകത്തിൽ ബോളിംഗ് രീതി പറയുന്നത് തൊട്ട് അവർക്ക് തുടക്കത്തിൽ ഒരു ഗ്ലിംസ് കാണിച്ചെങ്കിലും പിന്നീട് അവരുടെ എക്സിക്യൂഷൻ ഭയങ്കര പൂറായിപ്പോയി.
പിന്നെ നമ്മൾ പോയിന്റ് എടുത്തു പറയേണ്ടത് പ്രിൻസ് യാദവ് എന്ന് പറഞ്ഞൊരു ബോളർ. നമ്മൾ പണ്ട് മുതൽ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്, ഒരുപാട് ഞാൻ റേറ്റ് ചെയ്യുന്ന ഒരു ബോളറുമാണ് പ്രിൻസ് യാദവ് എന്ന് പറഞ്ഞ ബോളർ. ഇന്നത്തെ സ്പെല്ല് എന്ന് പറയുന്നത് ഫിഗർ മാത്രം നോക്കരുത്, ഹി വാസ് എക്സെപ്ഷണലി വെൽ ഔട്ട് ഓഫ് ദിസ് ഹോൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അല്ല, ഫിഗർ നോക്കിയാലും എക്കോണമി ഒക്കെ നോക്കുകയാണെങ്കിൽ 8 ആണ്. അതുപോലെ തന്നെ എനിക്കൊന്ന് ഒരു വിക്കറ്റ് കിട്ടിയെന്നു, ഒരു വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും. അത് മാത്രമല്ല, വേറൊരു കാര്യം, പ്രിൻസ് യാദവ് ഇന്ന് 3 ഓവർ എറിഞ്ഞുള്ളൂ. പ്രിൻസ് യാദവ് തന്നെ ഫുൾ കോട്ട എറിയിപ്പിച്ചില്ല. അതായത് ഉള്ളതിൽ നല്ല എക്കോണമിയിൽ എറിഞ്ഞത് പ്രിൻസ് യാദവ് ആണ്. പ്രിൻസ് യാദവ് പക്ഷേ കോട്ട കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. എനിക്കൊന്ന് അവസാനത്തേക്ക് വെച്ചിരുന്നാണെന്ന് തോന്നുന്നു ഋഷഭ്. ലാസ്റ്റ് ഓവർ എറിയാൻ അപ്പോഴത്തേക്ക് വേണ്ടി. കളി കഴിഞ്ഞു പോയി. അതേ കൂട്ട് അങ്ങനെ തന്നെ ആ എടുത്ത് ഒരു ക്യാപ് അതേ കൂട്ട് തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് സൂര്യകുമാർ യാദവിൻ്റെ വീക്ക്നെസ്. നമ്മൾ ഇതേ കൂട്ട് ഒരു പ്രിവ്യൂവിൽ ഡീകോഡ് ചെയ്തതാണ്. അത് നമ്മളെ ഒരാളെ ഉറക്കത്തിൽ തട്ടി വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കും സൂര്യകുമാർ യാദവിനെ എവിടെ എറിഞ്ഞാൽ എങ്ങോട്ടടിക്കും എന്നുള്ള കാര്യം. അത് ബാക്കി എല്ലാവരും ഇപ്പോൾ ഡീകോഡ് ചെയ്തു. സൂര്യകുമാർ യാദവ് ഒരു പരിധി വരെ അത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതിപ്പോൾ കഴിഞ്ഞ 2 കളികളായിട്ട് നോക്കി അറിയാം, ആ പാഡിൽ സ്വീപ്പ് ഇപ്പോൾ കളിക്കുന്നതേ ഇല്ല പുള്ളി. കഴിയുന്നതും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എന്നിരുന്നാൽ തന്നെ മസിൽ മെമ്മറി എന്ന് പറഞ്ഞൊരു കാര്യം ഉള്ളതുകൊണ്ട് അവിടെ വരുമ്പോൾ കളിച്ചു പോകും. അതിപ്പോൾ ആൾക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഓഫ് സൈഡ് വീക്ക്നെസ് ആവും, കാരണം വൈഡ് സ്റ്റാൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് ആ ലൈനത്തെ സ്റ്റമ്പ് കവർ ചെയ്ത് വന്ന് ഓഫ് സൈഡ് ആക്സസ് ഭയങ്കര ലിമിറ്റഡ് ആണ് പുള്ളിക്ക്. പുള്ളിയുടെ സ്റ്റാൻസ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകം കാര്യം. കാരണം ബാറ്റും പാഡും തമ്മിൽ ഒരുപാട് ഗ്യാപ്പും ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കിന്. അപ്പോൾ അതും ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങി. സൂര്യകുമാർ യാദവ് ഫോമിലല്ലാത്തതുകൊണ്ടല്ല, ടെക്നിക്കലി ബാക്കിയുള്ള ആൾക്കാർ പുള്ളി ഒരുപാട് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് സൂര്യകുമാർ യാദവ് സ്കോർ ചെയ്യാത്തത്. അത് 1 ഓഫ് ദ 2 ഗെയിംസ് അതിൻ്റേതായുള്ള ചേഞ്ചസ് പുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് എവിഡൻ്റ് ആവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി വരുന്ന കളികളിൽ പുള്ളി കളിക്കും. തിലക് വർമ്മ എന്ന് പറഞ്ഞ ആൾ എന്തുകൊണ്ട് ടോപ്പ് ഓർഡർ കളിക്കണമെന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. അതേ കാര്യം ചെയ്തു. കാരണം ടോട്ടൽ ബാലൻസിങ് അത് നന്നായി. വലിയ സ്കോർ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും ഗിവ് ഹിം സം ടൈം, പുള്ളി കളിക്കും. ഇന്നും അതേ കൂട്ടി തന്നെ ഒരു 6 അടിക്കാൻ നോക്കിയാണ് ഔട്ടായത്. നവൻതീർ താഴെ ഇറങ്ങി നന്നായിട്ട് കളിച്ചു. അതെ, നമന്തീറിൻ്റെ കാര്യം നമ്മൾ എബോവ് ദ ഓർഡർ കളിച്ചപ്പോൾ പറഞ്ഞാണ്. പുള്ളിയുടെ ബൗണ്ടറി റേറ്റ് 5 ബോളിൽ ഒരു ബൗണ്ടറി എന്നുള്ള രീതിയിൽ 46% ഡോട്ട് ബോളുമാണ്. 1 to 4 എന്ന് പറഞ്ഞ പൊസിഷനിൽ നമന്തീർ കളിക്കുമ്പോഴത്തേക്കിന്. ഇന്ന് പുള്ളിയാണെന്നുണ്ടെങ്കിൽ 12 ബോൾ ഫേസ് ചെയ്തു. എത്ര ബൗണ്ടറി അടിച്ചെന്നറിയോ? 4 ബൗണ്ടറി അടിച്ചു. അതെ, മനസ്സിലായോ? സ്ട്രൈക്ക് റേറ്റ് അതെ, ഓൾമോസ്റ്റ് 80%, ഓൾമോസ്റ്റ് 80% രണ്ടും ബൗണ്ടറി എന്നുള്ള രീതിയിൽ പുള്ളി കണ്ടെത്താൻ പറ്റുന്നുണ്ട്. 4 എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 25% ബോൾ പുള്ളി ബൗണ്ടറി കടത്തുന്നുമുണ്ട്. അത് ആ ഒരു ഡിഫറൻസ് കൊണ്ടാണ് എന്തുകൊണ്ട് നമന്തീർ ഫിനിഷറായിട്ട് കളിക്കണം എന്ന് ആദ്യം മുതലേ നമ്മൾ പറയുന്നത്. ലൈക്ക് വി ആർ സ്പീക്കിംഗ് സംതിങ് അലോങ് വിത്ത് ദ ഡേറ്റ. മനസ്സിലായി? അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാതെ ആ പ്ലെയർ മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ആ പ്ലെയറിൻ്റെ ടെക്നിക്കാലിറ്റി എന്തെങ്കിലും മോശമായതുകൊണ്ടോ അല്ല. ഇന്ന ആൾ ഇന്നടത്താണ് പെർഫെക്റ്റ് ആവുക. പിന്നെയും ഒരുപാട് മുംബൈക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഈ രാജ് ബാവ എന്ന് പറഞ്ഞൊരു പ്ലെയറും റൂദർഫോർഡ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എന്തുവായാലും റൂദർഫോർഡ് എന്ന് പറഞ്ഞ പ്ലെയറിനെ പിക്ക് ചെയ്യത്തുള്ളൂ എൻ്റെ 11ലേക്ക്. അതിലും എന്താണ് കൂടുതലായിട്ട് ഈ രാജ് ബാവയ്ക്കുള്ളതെന്ന് എനിക്കറിയത്തില്ല. പിന്നെയും മുംബൈ പറഞ്ഞിട്ട് 4 ഓവർസീസ് പ്ലെയർ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇല്ല, 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 3 പേരുള്ളായിരുന്നു. ഓ അല്ല 4 പേരുണ്ടായിരുന്നു. അല്ല 4 പേരുണ്ടായിരുന്നു. 4 പേരുണ്ടായിരുന്നു. അള്ളാഹ് ഗസൻഫർ ഉണ്ടായിരുന്നല്ലോ. അതെ 4 പേരുണ്ടായിരുന്നു. ഓ സോറി മൈ ബാഡ്. എന്നാലും പുള്ളിയും ഒരു ഫിനിഷറായിട്ട് വരണം. അല്ലാന്നുണ്ടെങ്കിൽ ബോഷിനെ മാറ്റേണ്ടി വന്നെ. അള്ളാഹ് ഗസൻഫർ എന്തായാലും മാറ്റാൻ പറ്റില്ല, റിക്കിൾട്ടനെ മാറ്റാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ വിൽജാക്സ് ഇപ്പോൾ ഉള്ളൊരു മാറ്റം കൊണ്ടുവന്നൊരു പ്ലെയറാണ്. അപ്പോൾ വിൽജാക്സ് ആണ് മൊമെന്റം ചേഞ്ച് കൊണ്ടുവന്നത് തന്നെ. അത് വിൽജാക്സ് ഇന്ന് നല്ല രീതിയിൽ കളിച്ചു. ഇപ്പോൾ ബോളിങ്ങിൽ ടച്ച് എക്സ്പെൻസീവ് ആകാൻ കാര്യം എറിഞ്ഞത് നിക്കോളസ് പൂറിനെതിരെയാണ്. പുള്ളി അപ്പോഴാണ് മനസ്സിലായത് ബാറ്റ് സ്വിങ് ചേഞ്ച് ചെയ്തെന്നും. പെട്ടെന്ന് ലൈക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യുക ഗ്രൗണ്ടിലുള്ള ഒരു ക്യാപ്റ്റൻ, അതിനനുസരിച്ച് ചേഞ്ച് എടുക്കുക എന്നുള്ളതാണ് ക്യാപ്റ്റൻസി ബ്രില്യൻസ് എന്ന് പറയുന്നത്. അത് ഇന്ന് ഇവിടെ നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ നമ്മൾ പറയുകയും ചെയ്യും. ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. ഇത് എക്സെപ്ഷണലി ഗുഡായിരുന്നു. വിൽജാക്സിന്റെ സെക്കൻഡ് ഓവറിലാണ് പിന്നീട് പന്തിന്റെ വിക്കറ്റൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ബോഷിനെ അണ്ടർ യൂസ് ചെയ്ത് 2 ഓവറെ ബോഷ് എറിഞ്ഞുള്ളൂ. എനിക്കൊന്ന് സ്പിന്നേഴ്സ് നല്ല രീതിയിൽ ആ ബോളറുടെ നമ്മളാ പറഞ്ഞല്ലോ, ആ ബോളറിന്റെ എന്താണ് പേര് മറന്നു, എന്താ രഘു ശർമ്മ പുള്ളി ഇന്ന് നന്നായിട്ട് എറിഞ്ഞു. ആ ഒരു മിഡിൽ ഓവേഴ്സ് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് പുള്ളിയാണ് ഒരു എൻഡിൽ നിന്ന് എറിഞ്ഞുകൊണ്ടിരുന്നത്. പുള്ളിയും കൂടെ ഇന്നറെ ഇവരെ നോർമൽ റൺ റേറ്റ് നോക്കുമ്പോൾ പുള്ളിയുടെ 4 ഓവറിൽ 36 കൊടുത്തെന്നും അതേപോലെ അല്ലാ ഗസൽഫർ 4 ഓവറിൽ 50 കൊടുത്തെന്ന് തോന്നും. പക്ഷേ ഈ ഗെയിമിന് ഇത് എക്സെപ്ഷണലാണ്. കാരണം ഇന്നത്തെ കളി എന്ന് പറയുന്നത് ടോട്ടൽ അവരുടെ റൺ റേറ്റ് തന്നെ അതിൽ കൂടുതലുണ്ട്. 12 ടച്ച് 11.5 ആണ്.
മനസ്സിലായി. ഇത് 11.5 ആകാൻ കാര്യം ലാസ്റ്റ് 3-4 ഓവർ കണ്ടെയ്ൻ ചെയ്തുകൊണ്ടാണ്. ഈ ലാസ്റ്റ് 3-4 ഓവറല്ല ഇവർ എറിഞ്ഞത്. അതല്ലായിരുന്നെങ്കിൽ ഇത് ചിലപ്പം ഒരു 13-14 പോകേണ്ട കളിയിൽ ഒരു 10 ഓൺ ആൻ ആവറേജ് രണ്ടുപേരോട് കൊടുത്തു എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു സ്പിൻ ട്രയോ നല്ല രീതിയിൽ വർക്കായി എന്നുള്ളത് തന്നെ ഒരു വലിയ എക്സാമ്പിളാണ്. സെക്കൻഡ് സ്പെല്ല് വന്ന് രണ്ടുപേരും നല്ല വൃത്തിക്കാറ്. അതെ അതെ അതെ. അപ്പോ നമുക്കിനി എന്താണ് ഇനി ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ മുംബൈയുടെയും LSGയുടെ അടുത്ത മാച്ച് RCB ആയിട്ടാണ്. അടുത്ത LSGക്കാണ് ഫസ്റ്റ് മാച്ച്, അതിനുശേഷം മുംബൈ കളിക്കുന്നത് RCB ആയിട്ടാണ്. സോ RCBക്ക് ഇട്ട് പണി കൊടുക്കാൻ രണ്ടുപേർക്ക് പറ്റും. ഈ ഇപ്പോൾ LSG പണി കൊടുക്കാറില്ല, പക്ഷെ മുംബൈക്ക് പറ്റും വേണമെന്നുണ്ടെങ്കിൽ. രണ്ടുപേരും ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇനി മുംബൈ ആണെങ്കിൽ തന്നെ 4 കളിയേ ഉള്ളൂ ബാക്കി. 4 കളി ജയിച്ചാൽ പോലും മുംബൈക്ക് 8-14 പോയിന്റ് ആവത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ 14 പോയിന്റ് കൊണ്ട് ക്വാളിഫൈ ആവലും നടക്കത്തില്ല. കാരണം ബാക്കി ഓൾറെഡി 1, 2, 3, 4 4 ടീമിന് 12 പോയിന്റായിട്ട് ഓൾറെഡി മുകളിൽ നിൽക്കുന്നത് കൊണ്ട് അതൊരു കാര്യമാണ്. LSCയെ സംബന്ധിച്ചും അതിലും പരിതാപകരമാണ് കാര്യം. ഇവർ രണ്ടും ഇനി ജയിച്ചിട്ട് പ്രത്യേകിച്ച് ക്വാളിഫൈ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതാണ് എനിക്ക് അറിയാവുന്ന മുംബൈ, ഇതാണ് ഞാൻ കണ്ടു വളർന്നിട്ടുള്ള മുംബൈ. ആ ചേഞ്ച് കൊണ്ടുവന്നു അവർ. അത് വളരെ വൈകിയാണെന്നുണ്ടെങ്കിലും ആ ഒരു മാറ്റം അവർ കൊണ്ടുവന്നു. അത് അവരെ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആകാൻ തുടങ്ങി. ഈ പറയുന്നോട്ട് മുംബൈ ഇനി ഹൈ ചാൻസ് ഉണ്ട് ബാംഗ്ലൂരിനെ അപ്സെറ്റ് ആക്കാൻ വേണ്ടി. കാരണം ഇത് കളി കഴിഞ്ഞപ്പോഴേ തന്നെ ഞാൻ ആദ്യമേ എടുത്ത് നോക്കി മുംബൈയുടെ അടുത്ത കളി ആരുമായിട്ടാണെന്ന്. ബാംഗ്ലൂരുമായിട്ട് അന്ന് കണ്ടപ്പോഴേ ഒരു ടെൻഷനുണ്ട്. എന്നിരുന്നാൽ തന്നെ നല്ലൊരു കളി കാണാം. എനിക്ക് തോന്നുന്നു ചിന്നസ്വാമിയിലാണ് കളി. LSGക്കും പറ്റും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിക്കോളസ് പൂറൻ ഇതിലേക്ക് വന്നു. അവരുടെ ക്യാപ്റ്റന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ കുഴപ്പം. അവരുടെ ഒരു കോമ്പിനേഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ LSGക്കും വേണമെന്നുണ്ടെങ്കിൽ പണി അപ്സെറ്റ് കൊടുക്കാൻ അവരുടെ ഓർഡർ, അതായത് ബാറ്റിംഗ് ഓർഡർ കറക്റ്റ് ചെയ്യണം. അത് ഇപ്പോഴും അല്ലാതെ ഈ പറഞ്ഞിട്ട് ആരെ എവിടെ കൊണ്ടിട്ട് കളിപ്പിച്ചു ഇങ്ങനെ ചുമ്മാ തേരാപ്പാറായിട്ട് പന്ത് കെട്ടി കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു റോൾ ക്ലാരിറ്റി കിട്ടത്തില്ല. അവർക്ക് തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം അറിയത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. റോൾ ക്ലാരിറ്റി എന്ന് പറയുന്നത് T20 വലിയൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ജോഷ് ഇഗ്നിസിനെ കഴിഞ്ഞ വർഷമേ ഞാൻ ഡീകോഡ് ചെയ്ത് വെച്ചൊരു ബാറ്റ്സ്മാനാണ്. പുള്ളിക്ക് ഷോർട്ട് ബോൾ എറിയരുത്. പുള്ളിക്ക് ഹിപ്പിന് മണ്ടേക്കോട്ട് ബോൾ ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അടിക്കും ലെഗ് സൈഡ് 6, ഡീപ്പിൽ 6. പിന്നെ നോക്കണ്ട, ഹിപ്പെന്ന് വേണ്ട, ഒരു പുള്ളിയുടെ പാഡിന് മണ്ടയ്ക്ക് ബോൾ പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഡീപ്പിൽ ബൗണ്ടറി അടിച്ചിരിക്കും. ഇന്നെന്തോ ഒരു മിക്സ് എക്സിക്യൂഷൻ പറ്റിയാണ്. ലോ ആയിട്ടാണ് നിൽക്കുന്നത് പുള്ളിയുടെ. അതെ അതെ, പുള്ളി അത് മാത്രമല്ല, പുള്ളി ഒരു ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അതായത് പുള്ളിക്കറിയാം, ഒരുവിധപ്പെട്ടവർക്ക് അറിയാം ഇതെന്നുള്ള കാര്യം. അപ്പോൾ എന്തോ ചെയ്യും, പുള്ളി ഒരു സ്റ്റോൾ നിൽക്കും, അതായത് സ്റ്റാൻഡ്സ് അടുപ്പിച്ച് വെച്ചിട്ട് നീളത്തിൽ നിൽക്കും. എന്നിട്ട് ബോൾ ഡെലിവറി ചെയ്യാൻ നേരം വൈഡ് ആക്കി വെച്ചിട്ട് പുള്ളി തന്നെ ലീൻ ചെയ്യും. പുള്ളിയുടെ സ്റ്റാൻഡ്സ് തന്നെ അങ്ങ് പമ്മും. അവിടെ നിന്നാണ് പുള്ളി ബാക്ക് ഫുട്ട്, റോക്ക് ദ ബാക്ക് ഫുട്ട് പുൾ ഷോട്ടൊക്കെ ഉണ്ട് പുള്ളിയുടെ. അതായത് ഈ ആള് ഒരു വള്ളത്തിൻ്റെ സൈഡിൽ കയറി ഇരിക്കുമ്പോൾ താഴ്ന്നു തൊട്ട് ആള് തന്നെ താഴും. എന്നിട്ട് പുള്ളി പുൾ ഷോട്ട് അടിച്ച് 6 കളയും. അത് പുള്ളിയുടെ ഏറ്റവും സ്ട്രെങ്ത് അതാണ്. പുള്ളിയെ പൊക്കാൻ വേണ്ടി ഓഫ് സൈഡ് ട്രാപ്പ് ഒരുക്കുക എന്നുള്ളത് അതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നൊരു മിസ് എക്സിക്യൂഷൻ പറ്റിയതാണ്. ആ മാച്ച് എക്കാനയിലാണ് മാച്ച് നടക്കുന്നത്, RCB LSG. സോ അതും RCBയെ സംബന്ധിച്ച് ചലഞ്ചിങ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊരു ഹൈ സ്കോറിങ് മാച്ച് ആയിരിക്കില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി രണ്ട് ടീമുകളുടെ സ്പിന്നേഴ്സ് പെർഫോം ചെയ്ത് വെച്ച് നോക്കുമ്പോൾ RCBയുടെ സ്പിന്നേഴ്സാണ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്തേക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ്. അപ്പോൾ അതാണ്. എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പോയിന്റ്സ് ഇന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്പിന്നർ കൊള്ളാം, മണിമാരൻ സിദ്ധാർത്ഥ് അല്ലേ, അങ്ങനെയായിരുന്നു പേര്? സിദ്ധാർത്ഥ് മണിമാരൻ. പൊതുവെ ഞാൻ ഈ പേര് പറയുന്നതെല്ലാം തെറ്റിക്കുന്നതെന്ന് വളരെയധികം കമൻറ്റ് കേൾക്കാറുണ്ട്, എന്നോട് ക്ഷമിക്കണം. മണിമാരൻ സിദ്ധാർത്ഥ് പുള്ളി കൊള്ളാം. ലൈക്ക് ഒരു മിനി കൃണാൽ പാണ്ഡ്യയാണ്. നിന്നിട്ട് എറിയുന്ന തന്നെ 114, 115 സ്പീഡിലൊക്കെയാണ്. ഒരു ലൈനിൽ ലെങ്തോടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഏകനയിൽ പുള്ളിയെ കളിപ്പിക്കത്തുമില്ല. ഏകനയിൽ തിരിച്ച് റിക്വഷാട്ടി തിരിച്ച് ടീമിലേക്ക് വരികയും ചെയ്യും. അതാണ് കാര്യം. രണ്ടുപേരും ഇല്ല ഇല്ല, അവരുടെ ഫാസ്റ്റ് ബോൾസ് ജാം പാക്ഡ് ആണ്. അവരത്രയും വേണം അവർക്ക് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതാണ് അവരുടെ കോർ. അത് അവർ പൊളിക്കത്തില്ല. ഇപ്പൊ ഇന്ന് ആവേഷ് ഖാന്റെ റീപ്ലേസ് ചെയ്താൽ മതിയല്ലോ. ആവേഷ് ഖാൻ ഒരു ദിവസം ഒരു ബാഡ് ഡേ ഉള്ളതെന്നേ ഉള്ളൂ. അവരങ്ങനെ കണക്കാക്കുള്ളൂ, 1 ബാഡ് ഡേ ഈ സീസൺ. പക്ഷെ ആവേഷ് ഖാൻ അത്ര ഒരു തുടക്കത്തിൽ വന്നെറിഞ്ഞ 2 കളികളൊക്കെ നല്ലതായിരുന്നു ആവേഷ് ഖാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് മാച്ചിന് ഓൾറെഡി പ്രിവ്യൂ ഇട്ടിട്ടുണ്ട്. നമ്മൾ നാളത്തെ CSK വേഴ്സസ് DC മാച്ചിൻ്റെ പ്രിവ്യൂ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് ഒന്ന് വാച്ച് ചെയ്യാം. അതിനുശേഷം ഇനി മുന്നോട്ട് നടക്കുന്ന മാച്ചുകളിലൊക്കെ പ്രിവ്യൂ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഇടുന്നതായിരിക്കും. സോ കുറച്ചും കൂടെ ടൈം കിട്ടാനായിട്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും എൻഗേജ് ചെയ്യുക വീഡിയോ ആയിട്ട്. നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും ഞാനും അരുൺ റോയും ഒത്തുകൂടുന്നതിന് വരെ ബൈ.